ഇസ്കോൺ തിരുവനന്തപുരത്തിന്റെ ശാഖയായ കരമന രാധാ നീലമാധവ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും 18ാമത്തെ രഥയാത്ര വിപുലമായി നടന്നു. വൈകുന്നേരം 4 മണിക്ക് പാളയം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റ്, ആയുർവേദ കോളേജ്, ഓവർബ്രിഡ്ജ്, പഴവങ്ങാടി വഴി കിഴക്കേക്കോട്ട ശ്രീ സ്വാതി തിരുനാൾ സംഗീത സഭയിൽ സമാപിച്ച രഥയാത്രയിൽ സൗത്ത് ഇന്ത്യയിലെ വിവിധ ഇസ്കോൺ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ ഉൾപ്പെടെ നിരവധി പേർ ഭക്തിപൂർവ്വം പങ്കെടുക്കുകയും രഥം വലിച്ച് ഭഗവാന്റെ കാരുണ്യം നേടുകയും ചെയ്തു. രഥയാത്രയോടനുബന്ധിച്ച് പാളയം ഹനുമാൻ ക്ഷേത്രത്തിലും സ്വാതി തിരുനാൾ സംഗീത സഭയിലും നടത്തിയ അന്നദാനത്തിൽ 100ഓളം പേർ പങ്കുചേർന്നു. തിരുവനന്തപുരത്തില് 18ാമത്തെ വാർഷിക ജഗന്നാഥ് രഥോത്സവമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഭാരതത്തിൽ തന്നെ സനാതന ധർമ്മ ഉത്സവങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാചീനമായതാണ് ഒറീസയിൽ നടക്കുന്ന ജഗന്നാഥ് പുരി രഥോത്സവം. ആയിരക്കണക്കായ വർഷങ്ങൾ കൊണ്ടാണ് ഇത് നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒറീസയിൽ ജഗന്നാഥ് പുരിയിൽ ഉണ്ടായിരുന്നു 15 ലക്ഷം പേരാണ് ഇതിൽ പങ്കെടുത്തത്. ഇസ്കോൺ അഥവാ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ലോകമെമ്പാടും 650 സ്ഥലങ്ങൾ, അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, ആഫ്രിക്ക, ഇന്ത്യ, എല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യയിൽ മാത്രം ഈ ഒരാഴ്ച 150 ജഗന്നാഥ് രഥോത്സവമാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ഈ രഥോത്സവം എന്ന് പറയുന്നത് ചരിത്ര പ്രസക്തിയുള്ള ഒരു മഹോത്സവമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദിവ്യ ലീലകളിൽ ഒന്നാണ്. ഈ രഥോത്സവത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം പവിത്രമായി അവരെല്ലാം ഈശ്വരന്റെ ധാമത്തിൽ എത്തിച്ചേരും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ, ജയ് ജഗന്നാഥ്.